ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് നല്ലോണമൊക്കെ പൊങ്ങിയിട്ടുണ്ട്, ഇഡ്ഡലിക്ക് വെക്കാം. പിന്നെ അനീഷേട്ടന് ഇഷ്ടം ഇഡ്ഡലിയും മാളുവിന് ഇഷ്ടം ദോശയും കേട്ടോ. അപ്പം അനീഷേട്ടനുള്ള കുറച്ച് ഇഡ്ഡലിയും മാളുവിന് അങ്ങനെ മാളു എണീക്കണ സമയത്ത് ചൂടോടെ ചുട്ടു കൊടുക്കുകയായിട്ട് ചെയ്യാറ്. പിന്നെ കറിയാണെങ്കിൽ അനീഷേട്ടനും ചമ്മന്തി, മാളുവിന് സാമ്പാറും ഇഷ്ടം. അപ്പോൾ ഞാൻ രണ്ടും ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ രണ്ടും കൂട്ടും, ചിലപ്പോൾ അവർക്കിഷ്ടമുള്ള മാത്രം കൂട്ടും. ചട്നി നേരത്തെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് അരച്ചൊഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, അരച്ച് വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കും കേട്ടോ. അതിന് ഇച്ചിരിയോടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് എല്ലാവർക്കും ഇഷ്ടം ഇച്ചിരിയോടെ. അപ്പം നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഇഡ്ഡലിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാമ്പാർ വെക്കണം. മാളു എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴത്തേനും, മാളുവിന് വയ്യാത്തതുകൊണ്ട് മാളു ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീക്കണത്. ആ സമയമാകുമ്പോഴത്തേനും ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മളെ പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പണി കുറവായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി കിടക്കും, പിന്നെ ഒരു മടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ പാത്രങ്ങളപ്പം തന്നെ കഴുകി വയ്ക്കേ. പിന്നെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ടാലും 2 ദിവസം എടുക്കും കേട്ടോ. അപ്പം തണുപ്പ് മാറിയൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് രാവിലെ തന്നെ അതുകൊണ്ട് തുണി അലക്കാനിടും. കുറച്ച് അടുക്കള പണിയൊക്കെ കഴിഞ്ഞാട്ടോ കുളിച്ചത്. കാരണം നല്ല തണുപ്പാണ്, പനി, തൊണ്ടവേദന അതൊക്കെ കൊണ്ട് കുറേ ദിവസമായിട്ടോ മാറാതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കുറച്ച് നേരം വൈറ്റി സ്റ്റുഡിയോ ഒക്കെ നോക്കും, എത്ര സബ്സ്ക്രൈബറായി എന്തായി എന്നൊക്കെ അറിയാനായിട്ട്. അനീഷേട്ടൻ ഓഫീസിൽ പോകാൻ റെഡിയായിട്ടോ കഴിക്കാനിരുന്നു. ഇന്ന് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, ഇന്ന് എനിക്ക് ഒരിക്കലാണ്. പിന്നെ മാളൂട്ടി എണീറ്റ് വരുന്നേ ഉള്ളൂ. മാളൂട്ടി വരുമ്പോൾ മാളുവിന് ചൂടോടുകൂടി ചുട്ടു കൊടുക്കും. അനീഷേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ താഴെ തന്നെയാണ് ഓഫീസ് ഉള്ളത്. അനീഷേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് സാമ്പാറാണ് വയ്ക്കണേ. നാളെ അമ്പലത്തിൽ പോകണം, നാളെ രാവിലെ അമ്പലത്തിൽ പോകണം. മാളു എണീറ്റിട്ടുണ്ട്. അപ്പം മാളുവിന് ദോശ ചുടാണ്. സാധാരണ ബട്ടറൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാണ് ദോശ ചുടുന്നത്. ഇന്നിപ്പോൾ പനിയായതുകൊണ്ട് സാധാ ദോശ കേട്ടോ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. എന്നെ സാമ്പാറും ഒരു ചമ്മന്തിയും പിന്നെ കൊണ്ടാട്ടം മുളകും വറുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ക്ലീനിങ് ഉണ്ട്, നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്. മൊത്തത്തിലൊരു ക്ലീനിങ് ഉണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് മൊത്തം ശുദ്ധീകരിച്ച് പോകണമെന്ന്. അപ്പം പെര തുടയ്ക്കും, ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റി കഴുകും, കർട്ടനും കഴുകിയിടും, അങ്ങനെ എല്ലാം നമ്മൾ ശുദ്ധിയായിട്ട് വേണം കേട്ടോ പോകാനാണ് പറഞ്ഞു. പിന്നെ ഉടുപ്പാണെങ്കിലും ഞങ്ങൾ അലക്കിയിട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അലമാരിയിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് പോകത്തില്ല. അതൊന്നോടെ കഴുകി അഴയിലിട്ടേക്കും. പിറ്റേ ദിവസം അഴയെന്ന് എടുത്തിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അഴയെന്ന് എടുത്തങ്ങ് ഇട്ടുകൊണ്ട് പോകട്ടെ, വേറെ എവിടെയും തൊടത്. കാരണം നമ്മളെപ്പോഴും എല്ലായിടത്തും തൊട്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റി ഒരു അലമാരിയിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല താനും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കിയതാണെങ്കിലും ഒന്നോടെ തലേദിവസം കുളിച്ചിട്ട് അതൊന്നെടുത്ത് മുക്കിയിട്ടേക്കും. എന്നിട്ട് അമ്പലത്തിൽ പോകുന്ന ദിവസം കുളിച്ച് അഴയുന്ന തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ശീലം. ഇതെല്ലാം അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ കുഞ്ഞിലെ മുതൽ നമ്മളങ്ങനെ നോക്കുന്നത്. മാളുവിന് എഴുന്നേറ്റപ്പോൾ ചുമയുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ആവി പിടിക്കാൻ ഇരുത്തിയേക്കാം. മാളുവിന് ആവി പിടിച്ച സാധാരണ ചുമ മാറണം, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ മാറിയില്ല. പിന്നെയും വന്നുകൊണ്ടിരുന്ന കാരണം ഈ മരുന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഇനി ക്ലീനിങ് ആണ്. അടുക്കള പണിയൊക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ് ആണ്. നമ്മൾ സാധാ ക്ലീനിങ് എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും. എന്നാലും അമ്പലത്തിൽ പോണ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത്
പറ്റാവുന്ന പോലെ എല്ലാം ചെയ്യും കേട്ടോ. ഇവിടെ നമുക്ക് ഒരു പരിമിതികളുണ്ട്. തുണി അലക്കിയിടാനും നാട്ടിലെ പോലെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തും വൃത്തിയാക്കിയൊക്കെ പോകും. 2-3 ദിവസം കൊണ്ടെല്ലാം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തീർക്കും കേട്ടോ. കാരണം ഒന്നിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയടിക്ക് തലേ ദിവസം എല്ലാം വാരിപ്പറക്കി ഒരലക്കലും തുടക്കലൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അലക്കിയിടൽ ഭയങ്കര ബുദ്ധിമുട്ട്, തണുപ്പും കൂടെ ആയതുകൊണ്ട് ഉണങ്ങത്തേ ഇല്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ 2-3 ദിവസമായിട്ട് ഒതുക്കി വരികയായിരുന്നു. ഇന്ന് പോണേൻ്റെ തലേ ദിവസമാണ് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്നത്. ഇപ്പം 2-3 ദിവസം മുന്നേ നമ്മൾ മാറ്റിയാലും തലേ ദിവസം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയത് വിരിക്കും കേട്ടോ. ഇതിൽ കൂടുതൽ ചെയ്തിട്ട് പോകുന്നവരും ഉണ്ടാവും, ഇത്രയും ചെയ്യാത്തവരും ഉണ്ടാവും കേട്ടോ. നമ്മളപ്പോൾ നമ്മുടെ ശീലങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. സാവിയൊക്കെ പിടിച്ചിട്ട് പോയി. കുഞ്ഞിനെ മുതൽ വീട്ടിൽ ക്ലീൻ ചെയ്യണത് ഞാനും ചേച്ചി കുക്കിങ് അങ്ങനെയായിരുന്നു. ചേച്ചി കുക്ക് ചെയ്യാനായിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം. എനിക്കതുപോലെ ക്ലീൻ ചെയ്യാൻ, എനിക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ അതിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കുമ്പോഴേക്കും ഒരു സംതൃപ്തിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പരിപാടി. കുക്കിങ്ങിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കുക്കിങ് ചെയ്യണമല്ലോ എന്നോർത്ത് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ എനിക്ക് ക്ലീനിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ ചെടി നടണതും പുല്ല് പറിക്കണതും അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ, അതൊക്കെ എനിക്കിഷ്ടമാട്ടോ അങ്ങനെയൊക്കെ. അപ്പം തുണിയലൊക്കെ കുളിക്കണേക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിരിച്ചിട്ടായിരുന്നതൊക്കെ അപ്പം തന്നെ മടക്കി വയ്ക്കണം. എനിക്കങ്ങനെ മാറ്റി വയ്ക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തുണി മടക്കൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങിലേക്ക് കടന്നു. അടിച്ചു വാരല്ലേ, മാളൂന് പൊടി ആയതുകൊണ്ട് മാളൂന് അപ്പുറത്ത് നിർത്തിയിട്ടാണ് തൂത്തുമായിരുന്നേ. ചുമയുള്ളതുകൊണ്ട് പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇനി ചുമയാവും. കുറച്ച് ദിവസമായിരുന്നു കേട്ടോ നല്ല ഡീപ്പായിട്ടൊരു ക്ലീനിങ് ചെയ്തിട്ട്. കാരണം പനി വന്നിട്ട് അങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല. മാളൂൻ്റെ ബർത്ത്ഡേക്ക് ശേഷം മാളൂനും വയ്യാണ്ട് വന്നു, പിന്നെ എനിക്കും വയ്യാണ്ട് വന്നു. അങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുക. മാളുവിൻ്റെ ബർത്ത്ഡേക്കും എനിക്ക് പനിയായിരുന്നു കേട്ടോ. അന്ന് മാളുമാണ് മൊത്തം ക്ലീൻ ചെയ്തതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണെങ്കിലും എല്ലാം കഴിഞ്ഞപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതും അതും കൊച്ചു തന്നെ ക്ലീൻ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേനും മാളുവിനും പനി പിടിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പം മാളുവിന് 2-3 ദിവസമായിട്ട് പനി ആയതുകൊണ്ടും പിന്നെ എൻ്റെ അങ്ങ് മാറി വരുന്നുള്ളായിരുന്നു. അതുകൊണ്ടും തുടയ്ക്കലൊക്കെ കുറവായിരുന്നു. തൂത്തിടുമെന്നും തുടയ്ക്കണ്ടായില്ല. അതുകൊണ്ട് ഇന്ന് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എടുത്തു ഇന്നത്തെ ക്ലീനിങ് കഴിയാനായിട്ട്. അപ്പോൾ അനീഷേട്ടൻ വരണ സമയം ഏകദേശം ആയിട്ടുണ്ട്. വിളിച്ച് നോക്കണം. അത്തേനും തുണി അലക്കി തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിരിച്ചിട്ടിട്ട് അനീഷേട്ടനെ വിളിച്ചപ്പോൾ അനീഷേട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. ഇന്നും എന്തോ ട്രെയിനിങ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ലഞ്ചിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാണ്. മാളൂട്ടി നേരത്തെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ മാളൂട്ടി. അത് കാരണം മാളൂന് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. ഇന്ന് ചെറിയൊരു സാമ്പാർ, ഗ്രീൻ പീസ് കറി രാവിലത്തെ എനിക്ക് ഇഷ്ടമായിട്ടോ. ചോറിൻ്റെ കൂടെ ഗ്രീൻ പീസ് കഴിക്കാം. അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് കറി എടുത്തു. പിന്നെ ഒരു ചമ്മന്തിയും കൊണ്ടാട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇനി ഞാൻ ഊണ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.